നമ്മളിപ്പോൾ ഉള്ളത് കോയമ്പത്തൂർ ലാൻഡ് ടൂൾസ് മാർട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അവരെന്നെ വിളിച്ചത് പുതിയൊരു പ്രോഡക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമുക്ക് എന്താണ് അത് നോക്കാം. ചേട്ടാ, ഇത് എന്താണ്? ഇത് വന്നിട്ട് ഫ്ലയറിംഗ് ആൻഡ് സ്വാഗിങ് ടൂൾ കിറ്റാണ്. ഇത് നമുക്ക് ടൂൾ വെർത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിലാണ് ഉള്ളത്. ഇത് എന്തിനാണ്? ഇത് വന്നിട്ട് നമുക്ക് ഈ അലുമിനിയം ട്യൂബ്, കോപ്പർ ട്യൂബൊക്കെ കട്ട് ചെയ്യാൻ, അത് എക്സ്പാൻഡ് ചെയ്യാൻ, ഫ്ലെയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ട്യൂബിൻ്റെ എൻഡിലുള്ള ഒന്ന് പരത്താനുള്ള സാധനമാണ് ഇത്. ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ എനിക്ക് പറഞ്ഞുതരാം കുറച്ച് നേരത്തിൻ്റെ ഉള്ളിൽ. ഈ ബോക്സിൽ ഇപ്പോൾ എന്താണ്? ഞാനത് തുറന്ന് കാണിച്ചു തരാം. ഇതിൽ എന്തൊക്കെയുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതെന്തിനാണ്? ഇത് വന്നിട്ട് നമുക്ക് ഇതിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇത് ട്യൂബ് കട്ടറാണ്. കോപ്പർ ട്യൂബ്, അലുമിനിയം ട്യൂബൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. നമുക്കൊരു 3 mm മുതൽ ഒരു 32 mm വരെ, അതായത് 1/8 മുതൽ 1.25 ഇഞ്ച് വരെ നമുക്കിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതാണ് ഫ്ലയറിംഗ് ടൂളിൻ്റെ മെയിൻ പാർട്ട്. ജസ്റ്റ് ഇതൊരു പ്രസ് മാതിരി വർക്ക് ചെയ്യുന്നത്. ഇത് അതിൻ്റെ ഹോൾഡറാണ്. ഇതിൽ നമുക്ക് ഓരോ സൈസ് ഇട്ടിട്ടുണ്ട്. 7/16, 1/4 ഇഞ്ച്, 1/8, 3/16, 5/16, 3/8. ഇതിൽ നമുക്ക് 5/8 വരെ, അതായത് ചെറിയ സൈസ് മുതൽ 3 mm മുതൽ നമുക്ക് 16 mm വരെ ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. ഇത് വന്നിട്ട് നമുക്ക് ഈ ഗ്യാസ് ഇതൊക്കെ ഓപ്പൺ ചെയ്യാനുള്ള റാച്ചറ്റ് സ്പാനറാണ്. ഇതിനകത്ത് ഒരു സൈഡ് വന്നിട്ട് 4 mm വരും, അതായത് 3/16. ഇപ്പറേ വന്നിട്ട് 1/4 ഇഞ്ച്, അതായത് 6 mm വരും. ഇപ്പറേ വന്നിട്ട് 5/16 എന്ന് വെച്ചാൽ 8 mm. ഈ സൈഡ് വന്നിട്ട് 3/8, അതായത് 10 mm വരും. ഇത് നമുക്ക് സ്വാഗിങ് ചെയ്യാനുള്ള ടൂളാണ്, അതായത് ട്യൂബിൻ്റെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഓരോന്നും ഇതിനകത്ത് ചെറിയ സൈസ് മുതലുണ്ട്. 3 mm മുതൽ 16 mm വരെ ഉള്ളതുണ്ട് ഇതിനകത്ത്. നമുക്ക് ഇതാണ് ഫ്ലയറിങ്ങിനായിട്ടുള്ള അഡാപ്റ്ററും അതിൻ്റെ ഐറ്റമും. ഇതെങ്ങനെ ഉപയോഗിക്കണേ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? അതിനെന്താ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനെൻ്റെ അടുത്ത് വലിയ ഐറ്റമൊന്നുമില്ല. എൻ്റെ കയ്യിലുള്ളത് ചെറിയൊരു കോപ്പർ ട്യൂബാണ്. കോപ്പറല്ല, അലുമിനിയം ട്യൂബാണ്. ഇത് വെച്ചിട്ട് ഞാൻ ഇവിടെ താഴത്തുനിന്ന് ഒരു കമ്പൾസറി റിപ്പയറിന് വന്നതിന് എടുത്താണ്. അത് കട്ട് ചെയ്തിട്ട് എങ്ങനെ ഉപയോഗിക്കുന്നത് വെച്ചു തരാം. ട്യൂബ് കട്ടായോ? ട്യൂബിൻ്റെ കട്ടാൽ കഴിഞ്ഞു. ഇതാ 2 പീസായി. ഓക്കെ, ഞാൻ ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഇതാണ് ഇതിന് പറ്റിയ സൈസ്. ഇതാണ്, ഇത് 3 mm ആണ്. ഇതുപോലെ ഈ ട്യൂബ് സെറ്റ് ചെയ്യണം. ഇതുപോലെ ട്യൂബ് സെറ്റ് ചെയ്തതിന് ശേഷം ടൈറ്റ് ആക്കുക, 2 ഭാഗം ടൈറ്റ് ആക്കുക. അതിനുശേഷം ഈ സാധനം ഇടാം. ഞാനിപ്പോൾ ട്യൂബ് എക്സ്പാൻഡ് ചെയ്യാനാണ് പോകുന്നത്. ഇതിൻ്റെ ഈ അഡാപ്റ്റർ നമുക്കിങ്ങനെ അയക്കാൻ പറ്റും. അയച്ചിട്ട് ഇതിന് സെറ്റാവുന്ന രീതിക്കുള്ള അഡാപ്റ്റർ ഞാൻ ഇതെടുത്തേക്കുന്നത്. ഓക്കെ, ഇത് ഇതുപോലെ വെച്ചിട്ട് ടൈറ്റ് ആക്കുക. അപ്പോൾ നമുക്കിത് കഴിഞ്ഞ് പെട്ടെന്ന് എവിടെയും സ്ലിപ്പായി പോകുമല്ലോ. ഇതിപ്പോൾ സെറ്റായി. ഇതിനിങ്ങനെ ലൂസാക്കിയിട്ട് മറ്റേ ഹോൾഡർ പിടിക്കാൻ വേണ്ടിയിട്ട് ശേഷം നമ്മൾ ഇതിങ്ങനെ വെക്കണേ. ആ ട്യൂബിൻ്റെ ആണോ, ആ ട്യൂബും അതേപോലെ വെക്കണം. വെച്ചിട്ട് ഇത് ടൈറ്റ് ആക്കുക അല്ലേ? ഇത് ടൈറ്റ് ആക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഹോൾഡർ കറക്റ്റായിട്ട് ഇരിക്കും വേണം, അല്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഇപ്പം ഇനിയിപ്പോൾ ഞാൻ ട്യൂബ് എക്സ്പാൻഡ് ചെയ്യാണ്. ഇങ്ങനെ ടൈറ്റ് ആക്കുക. നിങ്ങളിപ്പോൾ ഫസ്റ്റ് വലുതിലിട്ടിട്ട് പിന്നെയും ചെറുത് പിന്നെയും വലുത് എന്താ ഇത്? അത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഞാൻ അതിൻ്റെ സൈസിലിട്ടിട്ട് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അത് ഹോൾഡ് ആയില്ല. അപ്പോൾ ഞാൻ അത് വന്നിട്ട് ചെറിയ സൈസ്, അതിൻ്റെ കുറച്ച് ചെറിയ സൈസിലിട്ടിട്ട് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത്, അതായത് എക്സ്പാൻഡ് ചെയ്യുന്ന ഈ പൈപ്പിനെ വികസിപ്പിക്കുക എന്നുള്ളതാണ് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതിന് അർത്ഥം. ഞാനിപ്പോൾ അത് വന്നിട്ട് ഫസ്റ്റ് ചെറുതിലിട്ടിട്ട് ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. ഇപ്പോൾ കാണുന്നുണ്ടോന്ന് അറിയില്ല.
ഫസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. ഇനി ഒന്നും കൂടി വികസിപ്പിക്കണം. ഫസ്റ്റ് വികസിപ്പിച്ചതിനേക്കാളും ഒന്നും കൂടി വികസിപ്പിക്കണം. അതായത് നമുക്ക് ഇനി അതേ സൈസ് ഓസ് ഇതിൻ്റെ ഉള്ളിൽ കയറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് മെയിനായിട്ട് ഉപയോഗിക്കുക. ഓക്കെ. അതായത് ഈ കോപ്പർ ട്യൂബ് രണ്ടെണ്ണം തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ത്രെഡ് അടിക്കുക അല്ലെങ്കിൽ ബെൻഡില്ലാതെ സ്ട്രൈറ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ള രീതിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. ഓക്കെ. ഇപ്പോൾ ബിറ്റാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ വലുതിലാണ്. അതിന് ഇനിയിപ്പോൾ ഞാൻ ഇത് അടുത്ത ഇതേ പൈപ്പ് ഒന്ന് വേറൊരു പീസ് ഉണ്ടല്ലോ, ഈ പീസ് അതിനകത്ത് ഇട്ട് വെക്കുന്ന സമയത്ത് അതിനകത്ത് കയറുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത സൈസിലിട്ടിട്ട് വീണ്ടും ഇനി ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യണം. പക്ഷേ ഇത് അതിൻ്റെ വാൾ തിക്നെസ് ഉണ്ടെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇതിപ്പോൾ വാൾ തിക്നെസ് ഉണ്ട്. സാധാരണഗതിയിൽ കോപ്പർ ട്യൂബ് ഇത്ര വാൾ തിക്നെസ് വരില്ല. ഞാൻ ജസ്റ്റ് ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് പോരായാണ്. ഞാൻ ഈ ട്യൂബ് ഇടുന്ന സമയത്ത് കയറുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇനി ഒന്നും കൂടി അത് വലുതാക്കാം. അതായത് ഇതിൻ്റെ അടുത്ത സൈസിൽ പോകും. ഞാനിത് 1/4 ഇഞ്ച് ആക്കിയിട്ടുണ്ട്. അത് ഞാൻ 8 mm ഇപ്പോൾ നമ്മൾ 8 mm ഇട്ടിട്ടാണ് ഇനി അടുത്തത് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. പക്ഷേ ഇത് ആക്ച്വലി 1/4 ഇഞ്ചിൻ്റെ പൈപ്പാണ്. പക്ഷേ ഇത് എക്സ്പാൻഡ് ചെയ്തതുകൊണ്ട് നമുക്ക് ഇതിന് ഇറങ്ങി പോകില്ല. ഞാനിപ്പോൾ ട്യൂബ് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ആണോ, ട്യൂബ് എക്സ്പാൻഡ് ചെയ്തിട്ട് അതേ സൈസിൽ ആ ട്യൂബിൻ്റെ ഇതാണോ ഇങ്ങനെ ഇടാം. ഇനി ഇതിൻ്റെ സൈഡിൽ വന്നിട്ട് ഇത്രയും എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഇത്ര ആയി മാത്രം. ഇത്ര എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കറക്റ്റ് സീറ്റ് ആവുന്ന രീതിയിൽ എക്സ്പാൻഡ് ചെയ്താൽ മതി. നമുക്കറിയാത്തതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് അത്ര പരിചയമൊന്നുമില്ല. എന്നാലും നമ്മൾ ജസ്റ്റ് കാണിക്കുന്നതാണ്. നമ്മൾ ഇതുണ്ടോ, ഞാൻ എക്സ്പാൻഡ് ചെയ്ത് കണ്ടില്ലേ, അതായത് ഈ ട്യൂബിൻ്റെ ഈ സൈസും എക്സ്പാൻഡ് ചെയ്ത സൈസും കണ്ടില്ലേ, കപ്ലിംഗ് അടിക്കുന്ന പോലെ ഇങ്ങനെ വെക്കുക. ഇത് ഇത്ര ലൂസ് ആക്കേണ്ട ആവശ്യമില്ല, ഇത്രയും വലുതാക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ ഏതാണ്ട് ഇത് 6 mm ആണ്. 8 mm അളവ് ഞാൻ ഇപ്പോൾ ചെയ്തു. അത്ര ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊരു കുറച്ച് എക്സ്പാൻഡ് ചെയ്താൽ മതിയായിരുന്നു. ഇനി ഈ സ്ഥലത്ത് വന്നിട്ട് ലെഡ് അല്ലെങ്കിൽ അതുപോലുള്ള ഐറ്റംസ് എന്തെങ്കിലും വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്യുക, അതായത് വെൽഡിങ് അടിക്കുന്ന പോലെ. അപ്പോൾ എന്നിട്ട് ലീക്ക് ആവില്ല. ഗ്യാസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ലീക്ക് ആവില്ല. ഇത് വന്നിട്ട് ഇതിന് സ്വാഗിങ് ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ ഫ്ലയറിങ്. അതായത് നമുക്ക് ഫ്ലയറിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് നമുക്കൊരു നെറ്റ് ഇവിടെ വന്നിട്ട് ആ നെറ്റ് നമുക്ക് ത്രെഡ് ചെയ്യുന്ന സമയത്ത് നെറ്റിൽ നിന്ന് ഊരി പോകാതിരിക്കാനുള്ള രീതിക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ആൾറെഡി ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ്. ഇത് ഞാനത് ഇവിടെ കാണിച്ചു തരാം എങ്ങനെയാണ്. നമുക്ക് എത്ര mm ഇട്ടിരിക്കുന്നു? ഇത് നമുക്ക് 1/4 ഇഞ്ചിൽ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് അത്ര പരിചയമൊന്നുമില്ലല്ലോ. ഞാൻ ഇതിന് അത്ര എക്സ്പീരിയൻസിലൊന്നുമല്ല. എന്നാലും നമ്മൾ ചെയ്ത് നോക്കുകയാണ്. 1/4 ഇഞ്ചിൽ ചെയ്ത് നോക്കാം. അത് മാച്ചിങ് അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത ചെറിയ സൈസിൽ വന്നിട്ട് ചെയ്ത് നോക്കണം. ഇതാണ് ഫ്ലെയറിങ് അറ്റാച്ച്മെന്റ്. ഞാൻ ഫസ്റ്റ് ഇട്ടത് ഇതാണോ. ഇത് വന്നിട്ട് സ്വാഗിങ് എന്ന് പറഞ്ഞാൽ വികസിപ്പിക്കുക. ഇതിപ്പോൾ ചെറിയ സൈസ് മുതൽ ട്യൂബിൻ്റെ ഇൻസൈഡിൻ്റെ അളവാണ് ഇത്. അതിനകത്താണ് ഈ സാധനം ഇറങ്ങി പോയിട്ട് വലുതാക്കുന്നത്. അതിപ്പോൾ പലതരത്തിലുണ്ട്, പല സൈസ് ഉണ്ട്. അതുകൊണ്ട് ഇത് ചെറുതൊരു 5 mm വരെ 6 mm വരെ അടുത്ത സൈസ് പോകുമ്പോൾ അതിൻ്റെ അടുത്ത സൈസ് പോകുമ്പോൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതേപോലെ ഇതും ഈ സാധനം അതേപോലെ തന്നെയാണ്. ഇതിനകത്ത് 10 mm വരെ ഉള്ളത് ചെയ്യാൻ നോക്കുള്ളൂ. അതിന് മേലോട്ട് 1/2 ഇഞ്ച് 16 mm 3/4 ഇഞ്ചൊക്കെ പോകുമ്പോൾ ഇതേ പറ്റുള്ളൂ. ഇതാണ് ഫ്ലയറിങ് എന്നാൽ ഇതെങ്ങനെ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് മുൻവശം മാത്രം കുറച്ചൊന്ന് വികസിപ്പിക്കുക. അതായത് ആ നെറ്റ് അഴിഞ്ഞു പോകാത്ത രീതിക്ക് ആക്കുക മാത്രം. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ശരിക്കും കാണിച്ചു തരാം. ഇതാണോ, ഇതിന് ഫ്രണ്ടിൽ വന്നിട്ട് ഒരു കൊണ്ട പോലെ ആയില്ലേ, ഇതാണ് ഫ്ലയറിങ്. ഇത് നമുക്ക് ഒരു ട്യൂബ് ബ്രേക്ക് ട്യൂബൊക്കെ അല്ലേ, ഈ ബസ്സിൻ്റെ വണ്ടികളിലൊക്കെ ബ്രേക്ക് ട്യൂബിനും ഒക്കത്തിനും ഈ കോപ്പർ ട്യൂബും ബ്രാസിൻ്റെ ട്യൂബൊക്കെ വരും. അതിനൊക്കെ ഒന്ന് ഫ്ലെയർ ചെയ്യാനും ഒക്കത്തിനും ഉപയോഗിക്കാൻ പറ്റും. ഈ ഫ്രിഡ്ജിൻ്റെ AC വർക്ക് അങ്ങനെയുള്ളതിനൊക്കെ ഒരു ഫ്ലെയറിങ് ടൂൾ കമ്പൽസറി ആണ്. അതുപോലെ അത് ഗ്യാസ് ഓപ്പൺ ചെയ്യാനൊക്കെ ഉള്ള കീയാണ് ഇത്. നമ്മുടെ കയ്യിൽ ഇതേപോലുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ ഇത് AC റെഫ്രിജറേറ്റർ അങ്ങനെയുള്ളതിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് കൂടാതെ ഇതിനുള്ള വാക്യൂം പമ്പ്, പ്രഷർ ഗേജ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്തൊരു ഇതിൽ വേണമെങ്കിൽ പരിചയപ്പെടുത്തി തരാം. അല്ലെങ്കിൽ ഇതിന് മുന്നേ കുറച്ച് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ഈ AC ലൈക്ക് ടെസ്റ്റിൻ്റെ കിറ്റ്, പിന്നെ ഈ ഗേജ് സെറ്റ് അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി വാക്യൂം പമ്പും അതൊക്കെ വരും അടുത്ത വീഡിയോകളിൽ. നമ്മുടെ കട എവിടെയെന്ന് വെച്ചാൽ കോയമ്പത്തൂരിലുള്ള നഞ്ചപ്പ റോഡ് ലൈൻ ടൂൾസ് മാർട്ടാണ് നമ്മുടെ കടൻ്റെ പേര്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൽ ഇട്ടാലും ലൈൻ ടൂൾസ് മാർട്ട് എന്ന് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരും. നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടും, അല്ലെങ്കിൽ ഒരുപാട് ഐറ്റംസിനെ കുറിച്ച് പരിചയപ്പെടാൻ കഴിയും. നമ്മുടെ ഒരുപാട് ടൂൾസ് ഉണ്ട്.
വെൽഡിങ് ഐറ്റംസ് ആയിക്കോട്ടെ, പ്ലംബിംഗ് ഐറ്റംസ് എന്ന് പറയാൻ നമുക്ക് അതിനുള്ള മെറ്റീരിയൽസ് മാത്രം, അതായത് ഈ ടൂൾസ്, കട്ടിംഗ് മെഷീൻ, ആക്സോ ഫ്രെയിം അങ്ങനെയുള്ള ഐറ്റംസ്, പൈപ്പ്, സോൾവെന്റ് അങ്ങനെയുള്ളൊന്നും ഉദ്ദേശിക്കരുത്. നമ്മുടെ അതിനുള്ള അത്യാവശ്യം അതിന് വേണ്ട മാൻ പവറിന് വേണ്ട ഐറ്റംസ്, അത് വെട്ടിരുമ്പ്, ചുറ്റിക അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. അത് കൂടാതെ ഫാൻ പെയിന്റിങ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട്. ടൂൾസ്, പവർ ടൂൾസ്, ഹാൻഡ് ടൂൾസ്, പിന്നെ ഇപ്പോൾ HDP പൈപ്പ് ജോയിനിങ്ങിന്റെ മെഷീൻസ്, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മുടെ ഷോപ്പ് വന്ന് ചെയ്യാം.